സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ എല്ലാ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളെ വൈഫിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടണം. ചെറിയൊരു ഇൻട്രോ അവളത് ഉണ്ടാവും, എന്താ പറയുക, ചെറിയൊരു പോർഷന്. പിന്നെ അവൾക്ക് എന്താ വരാൻ താല്പര്യം കൂടി നോക്കണം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ അത് വരാം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ ചാൻസ് കുറവാണെന്നാണ്. എങ്കിൽ പോലും നമ്മളിതിൽ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും ആദ്യം. പിന്നത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ അല്ല. അപ്പം നോക്കാം. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ രണ്ട് സുവർണ ജോഡികളായിരുന്നു ആഷിഖും അതുപോലെ തന്നെ ജസിയയും. ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം പെട്ടെന്നായിരുന്നു ജസ്ലയെ നമ്മളിൽ നിന്നും തട്ടിയെടുത്തത്. തീർച്ചയായും അതിൽ ഒന്നും തളരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു ആഷിഖിൻ്റെ തീരുമാനം. എന്നാൽ ആഷിഖ് ഏതാനും ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പാണ് തൻ്റെ വിവാഹകാര്യം സോഷ്യൽ മീഡിയയുടെ മലയാളികളുമായി പങ്കുവെച്ചത്. തീർച്ചയായിട്ടും മലയാളികൾക്ക് എന്നല്ല, എല്ലാ സബ്സ്ക്രൈബർമാർക്കും അതുപോലെ തന്നെ മലയാളികൾക്ക് ഒന്നടങ്കം ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയായിരുന്നു അത്. അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ എന്തുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളോട് പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ആദ്യമായി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ ഉമ്മയെയും അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇതൊരു നല്ല ദൃശ്യാനുഭവം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോ കണ്ടുവരാം. ഇതിലാണെങ്കിലും എന്താ പറയാ, അവളെ കാണണം. എന്താ ഇപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ താല്പര്യം എന്നാണ്. ചിലപ്പോൾ അവൾക്ക് ഇതിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കറക്റ്റ് എനിക്ക് തോന്നുന്നത് വരാൻ ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഒരു വട്ടം നമ്മളിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളിത് കാണിക്കുന്നതാണ്. നമ്മൾ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരും നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് എന്തായാലും ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അവളെ നിങ്ങൾക്ക് കാണാം, കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം. പിന്നെ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ഇതിൽ വീഡിയോ ചെയ്യും. എൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് റാഹത്തായി പോകുന്നുണ്ട് ജീവിതം. പിന്നെ ഈ ചോദ്യം വരെ അടുത്തത് തകരാൻ പിന്നെ ചാനലിൻ്റെ പേര് മാറ്റുന്നു അങ്ങനെ ഒന്നും ഒരിക്കലും നിങ്ങൾ പറയരുത്. നമ്മളെ ചാനലിൻ്റെ പേര് ഇത് തന്നെ ആയിരിക്കും. ഇതിലൊരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയുക കാണാൻ നിങ്ങൾക്ക് ഉമ്മാനെയും അവളൊക്കെ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. നോക്കിയേക്കും ബാക്കി വീഡിയോ നിങ്ങൾ കാണാൻ കരുതിയ ആള് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞുതരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ വീഡിയോയിലും കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ ആൾക്ക് ഇപ്പം നിങ്ങൾ മുമ്പിൽ വരാൻ കാരണം നമ്മൾ ഇത്രത്തോളം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കമൻസിലും ഇതിലൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ്. ഇൻഷാ ഇനിയുള്ള വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവളെ കുറിച്ച് അവൾ തന്നെ പരിചയപ്പെടുത്തി തരും. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലിയ, പാലക്കാടാണ് വീട്. എല്ലാവരും നമുക്ക് വലിയ ദുആ ചെയ്യാം. ആഷിഖിൻ്റെ രണ്ടാമത്തെ വിവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ വധുവായി വന്ന പെൺകുട്ടിയുടെ പേര് തസ്ലിയ എന്നാണ്. അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ കേട്ടു കാണും. തീർച്ചയായിട്ടും വളരെ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും ആഷിഖ് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ആഷിഖ് പറയുന്നുണ്ട്, ഒരുപാട് പേർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു പോലും ഇനി നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റുമോ എന്ന്. ആഷിഖ് പറയുന്നുണ്ട്, ഒരിക്കലും അതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരു മാറ്റം എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന്. മരണം വരെ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് പഴയ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് തന്നെ ജസിയ ആഷിഖ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആഷിഖ് ഇതോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു തീരുമാനമെന്ന് പറയണം. തീർച്ചയായിട്ടും ആശുപത്രി കിടക്കയിൽ നിന്ന് ആഷിഖിൻ്റെ കൈകളിൽ കിടന്നുകൊണ്ടാണ് മരണവെപ്രാളത്തിലും അത്രയധികം സ്നേഹിക്കുന്ന ഒരു ജോഡികളെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഇതിനു മുന്നേ വളരെ ഈറനണിഞ്ഞുകൊണ്ട് ജസ്രിയെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ മലയാളികളുടെ മുന്നിലേക്ക് കൈനീട്ടിയ ആഷിഖിനെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അതൊന്നും ആരും മറന്നു കാണാൻ സാധ്യതയില്ല. ആ സ്നേഹവും ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് എന്നും ഇന്നും ഞാൻ ജസിയുടെ കബറും പുറത്തു പോയി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് എന്നും നിങ്ങളോടും എല്ലാവരോടും അവരുടെ കബറിന് വിശാലത കിട്ടാനും സന്തോഷം കിട്ടാനും പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആഷിഖ് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ പഠിച്ച തമ്പുരാനോട് നമ്മളും ദുആ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ജസിയാക്ക് കബറെ നല്ല സന്തോഷപ്രദമായ ജീവിതം ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആഷിഖിൻ്റെ പുതിയ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും വളരെ അന്തസ്സും അതുപോലെ തന്നെ നല്ല ഒരു കാര്യപ്രാപ്തിയുമുള്ള ഒരു തീരുമാനം തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒന്നടങ്കം ആവശ്യം അവരെ ഞാൻ പരിചയപ്പെടുത്തുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ചെയ്യും, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളാണ് എന്നെ ഇത്രയും എങ്കിലും കൈപിടിച്ച് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുവരികയാണ്. ഇനിയും മുന്നോട്ട് വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അത് വരുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. വന്നിക്കില്ലെങ്കിലും വന്നാലും എൻ്റെ തീരുമാനം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന അന്നപ്പോഴുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുമെന്ന്
ആഷിഖ് തീർച്ചയായിട്ടും നമ്മളോട് ഇന്ന് വിഷയങ്ങൾ പങ്കുവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് ജസ്ലയുടെ ഉമ്മാൻ്റെ സ്ഥിതി, ഉമ്മാനെ അന്വേഷിക്കാറുണ്ടോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് ആഷിഖ് അതിനും ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്കൊന്ന് കണ്ടുവരാം. ഇതെല്ലാം റാഹത്തായി പോകുന്നു. പിന്നെ ഇവിടുത്തെ ഉമ്മയുടെ വിശേഷങ്ങൾ ഇപ്പോൾ മരുന്നും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടുത്തെ ഉമ്മ ഇവിടെ തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട്. 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനും പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ. അതിനും എല്ലാ നേർച്ച എന്ന് പറഞ്ഞാൽ മക്കാമിൽ നേർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വന്നിരുന്നു. അവിടെ കുറേ നേരം നിന്ന് സംസാരിച്ചിട്ടാണ് പോയത്. ഇൻഷാ തന്നെ എന്താ പറയുക 2 ദിവസമായിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകണക്ക് മുമ്പ് ഇങ്ങോട്ട് വരും, ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഇനി ഇൻഷാ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നുണ്ട്. അവിടേക്ക് പോക്കുണ്ട് സാധാരണ, ചെവളിയും കൂട്ടിയിട്ട് ഒന്നുകൂടിയും പോകണം. ഉമ്മ ഇങ്ങോട്ടാ വരുന്നത് ഇപ്പോൾ. അപ്പൊ ഉമ്മ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് മാഷിക്ക് പറഞ്ഞ നിങ്ങൾ കണ്ടു കാണും. ആ ഉമ്മ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം ഇവിടെ വന്നതുകൊണ്ട് തനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു അവസരം ഉമ്മ തന്നിട്ടില്ല എന്നാണ് ആഷിഖ് സ്നേഹത്തോടെ പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു നേർച്ച ഉണ്ടായിരുന്നു തറവാട്ടിൽ, അതിനും ഉമ്മ വന്ന് പോയതാണ്. അതുപോലെ തന്നെ ഇനി തീർച്ചയായിട്ടും തൻ്റെ പുതിയ ഭാര്യയെയും കൂട്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം, അതിന് ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ആഷിഖ് പറയുന്നത്. ബിസിനസ്സിൻ്റെ തിരക്കും മറ്റും കാരണം പെട്ടെന്ന് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ സൽക്കാരത്തിൻ്റെ തിരക്കിലും ഒന്നും ആയിരുന്നില്ല എന്ന് ആഷിഖ് വളരെ രസമായ രൂപത്തിൽ നമ്മോട് പറയുകയാണ്. തീർച്ചയായിട്ടും ആഷിഖിൻ്റെ ഒരു സ്നേഹം 2 ഉമ്മമാരെയും ഒരുപോലെ തന്നെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ജസ്രിയെ പോലെ തന്നെ പുതിയ വധുവിനെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും എല്ലാം കൊണ്ടുവരാനും സഹകരിക്കാനും എല്ലാം അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. വളരെ നല്ല ഒരു കുടുംബം. അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു നമ്മുടെ ജസിയ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു വേർപിരിയൽ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യത്തിൽ വലിയ ഒരു വിള്ളലാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് യാതനകൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് വിഷമതകൾ, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ന് വിജയത്തിൻ്റെ പടികൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വിജയം തുടർന്നു കൊണ്ടിരിക്കട്ടെ. അതുപോലെ തന്നെ പുതിയ ദാമ്പത്യത്തിലേക്ക് കടന്ന അദ്ദേഹത്തിന് ആ ഒരു ധൈര്യം പടച്ചവൻ കൂട്ടി കൊടുക്കട്ടെ. ദാമ്പത്യം ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കട്ടെ എന്ന് കൂടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ജസിയെയും അതുപോലെ തന്നെ ആഷിഖിനെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഇത്തരം നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.